പ്രകാശം എന്നത് അതിസൂക്ഷ്മമായ ഭാരം കുറഞ്ഞ ചെറിയ കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നാണ് ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തം പറയുന്നത്. ഈ കണങ്ങളെയാണ് കോർപ്പസൽസ് എന്ന് വിളിക്കുന്നത്. ഈ കണങ്ങൾ എല്ലാ ദിശകളിലേക്കും വളരെ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ പ്രകാശം എന്നത് പാർട്ടിക്കിൾസ് അല്ല, മറിച്ച് വേവ് ആണെന്നാണ് ഹൈഗൻസ് സിദ്ധാന്തം പറയുന്നത്. നിശ്ചലമായ വെള്ളത്തിൽ നമ്മൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന വാട്ടർ മോളിക്യൂൾസ് വഴിയാണ് ഈ ഡിസ്റ്റർബൻസ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയാണ് വെള്ളത്തിൽ വേവ്സ് അല്ലെങ്കിൽ തരംഗങ്ങൾ ഉണ്ടാവുന്നത്. ഇതുപോലെ ലൈറ്റ് വേവ്സിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണ് എന്ന് ഹൈഗൻസ് മനസ്സിലാക്കി. പ്രകാശം ശൂന്യതയിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഭാരമില്ലാത്തതും അദൃശ്യവുമായ ഒരു സാങ്കല്പിക മീഡിയം അദ്ദേഹം വിഭാവനം ചെയ്തു. ഈ മീഡിയത്തെയാണ് അദ്ദേഹം ഈതർ എന്ന് വിളിച്ചത്. ലൈറ്റ് വേവ്സ് ഈതർ മീഡിയത്തിന്റെ വൈബ്രേഷൻസ് വഴിയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പാർട്ടിക്കിൾസ് എല്ലാം ഈതർ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ആണ്. ഈതർ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻസ് മൂലം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡിസ്റ്റർബൻസ് ആണ് ലൈറ്റ്. ഇവിടെ വാട്ടർ വേവ്സ് ഉണ്ടാവുന്നത് സർഫസിലാണ്, അതായത് 2 ഡയമെൻഷനിലാണ്. അതിനാൽ ഈ റിപ്പിൾസ് വൃത്താകൃതിയിലായിരിക്കും. എന്നാൽ ലൈറ്റ് 3 ഡയമെൻഷനിലുള്ള വേവ് ആയതിനാൽ ഇവിടെ ഉണ്ടാവുന്ന റിപ്പിൾസ് സർക്കിൾസ് ആയിരിക്കില്ല, മറിച്ച് സ്ഫെറിക്കൽ ആയിരിക്കും. റിപ്പിൾസിനെ നമ്മൾ ഫിസിക്സിൽ വേവ് ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഉണ്ടാവുന്ന റിപ്പിൾസിൽ ഒന്നിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ റിപ്പിളിൽ വരുന്ന അല്ലെങ്കിൽ ഈ വേവ് ഫ്രണ്ടിൽ വരുന്ന എല്ലാ പാർട്ടിക്കിൾസും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ റിപ്പിൾ ഒരു ക്രസ്റ്റായി മാറുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ പാർട്ടിക്കിൾസ് എല്ലാം ഏറ്റവും താഴെയുള്ള പൊസിഷനിൽ വരുന്നതിനാൽ അവിടെ ഒരു ട്രഫ് ഫോം ചെയ്യുന്നു. ഈ സർക്കിൾസിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം എല്ലായ്പ്പോഴും ഒരേ താളത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരേ ഫേസിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരേ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ കൂട്ടത്തെ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഫിയറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ഫിയറിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ഒരേ താളത്തിലാണ്, അതായത് ഒരേ സമയം ഒരേ രീതിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം കണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രതലത്തെയാണ് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ലൈറ്റ് സോഴ്സിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും തരംഗങ്ങൾ പുറപ്പെടുന്നതിനാൽ പോയിന്റ് സോഴ്സിൽ നിന്നുള്ള വേവ് ഫ്രണ്ട് സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും. എന്നാൽ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ സ്ഫിയേഴ്സ് വളരെ വലുതായിരിക്കും. നമ്മൾ സോഴ്സിൽ നിന്ന് ഒരുപാട് ദൂരത്തും എന്നാൽ സ്ഫിയറിന്റെ അടുത്ത് നിന്നുമാണ് നോക്കുന്നതെങ്കിൽ നമുക്കത് പരന്നതായിട്ടായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ അവയെ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നു. ഒരു പോയിന്റ് സോഴ്സ് ഫോം ചെയ്യുന്നത് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. സൂര്യൻ ഭൂമിയിൽ നിന്ന് വളരെ അകലെ ആയതിനാൽ ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ വേവ് ഫ്രണ്ടുകളെ പ്ലെയിൻ വേവ് ഫ്രണ്ടായി കണക്കാക്കാം. ഇവിടെ പറഞ്ഞ ഈതർ മീഡിയം എന്നത് സാങ്കല്പികം മാത്രമാണ്. അതുപോലെ ലൈറ്റ് സ്വയം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്.